വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേണു നടപ്പു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ട്രെൻഡിങ് ആയ ഒരു പരസ്യമാണിത്. സ്വർണം പണയം വെക്കുന്നതിനെ കുറിച്ച്. പണയം വെക്കുന്നതിനേക്കാൾ സ്വർണം വിൽക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഈ അടുത്ത് ആ ട്രെൻഡ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പരസ്യങ്ങളിൽ കാണുന്നത് സ്വർണം പണയത്തേക്കാൾ സ്വർണം വിൽക്കുന്നതാണ് നല്ലതെന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വർണം വിൽക്കുന്നതാണോ സ്വർണം പണയം വെക്കുന്നതാണോ നല്ലതെന്നല്ല, സ്വർണം വിൽക്കുമ്പോൾ ഇൻകം ടാക്സ് വരുമോ. ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് ഗോൾഡ് ഓർണമെന്റ്സ് വിൽക്കുമ്പോൾ ഇൻകം ടാക്സ് ഇല്ല എന്നാണ്. ഗോൾഡ് ജ്വല്ലറി ഒരു പേഴ്സണൽ യൂസ് അസറ്റ് ആണെങ്കിലും ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ ഗോൾഡ് ജ്വല്ലറിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഗോൾഡ് ജ്വല്ലറി ഒരു ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ സെയിൽ നടക്കുമ്പോൾ അവിടെ ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യുന്നു. നമുക്ക് ഇതിനൊരു എക്സാമ്പിളിലൂടെ നോക്കിയാലോ. 5 വർഷം മുമ്പ് നിങ്ങൾ ഒരു ഗോൾഡ് ചെയിൻ 3 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു. ആ ഗോൾഡ് ചെയിനെ ഇപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. അവിടെ നിങ്ങളുടെ ലാഭം 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപയെ ഇപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനായി കണക്കാക്കപ്പെടും. ക്യാപിറ്റൽ ഗെയിന് പുറത്ത് 12% ടാക്സ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ സ്വർണം പണയം വെക്കണോ വിൽക്കണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സ്വർണം വിൽക്കുമ്പോൾ അവിടെ ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്